ഓക്കെ, നമ്മൾ കൂൺ കൃഷിയിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഫാമൊന്നും അല്ല വേണ്ട. ആദ്യം നമുക്ക് വേണ്ടത് സ്പോണാണ് വേണ്ടത്. ഈ സ്പോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മഷ്റൂമിൽ വിത്തുന്ന 25 ഡിഗ്രി ടെമ്പറേച്ചറാണ് വേണ്ടത്. ഒരു 80-85% ഹ്യൂമിഡിറ്റിയാണ് വേണ്ടത്. പിന്നെ നല്ല വായു സഞ്ചാരം വേണം. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സബ്സ്ട്രേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് പൊതുവേ നമ്മൾ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ പ്രധാനമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നെല്ല്, ഗോതമ്പിൻ്റെ വൈക്കോല്, പിന്നെ റബ്ബർ, അറക്കപ്പൊടി. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് അതിനെ മാക്സിമം ഹൈജീനിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഹൈജീൻ ഉണ്ടാവണം. ഈ പ്രോസസ്സുകൾ വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. മാസം മികച്ചൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ബോസ്വാല രൂപകൽപ്പന ചെയ്ത കോഴ്സ് വീഡിയോയാണ് ഓയിസ്റ്റർ ഫാമിംഗ്. നിങ്ങളൊരു തുടക്കക്കാരനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആളായിക്കൊള്ളട്ടെ, ഈ കോഴ്സ് വീഡിയോ നിങ്ങളെ സഹായിക്കും. കൂൺ കൃഷിയുടെ അടിസ്ഥാന കാര്യങ്ങൾ, കൂൺ ഇനങ്ങൾ, കാലാവസ്ഥ ആവശ്യകതകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മൂലധനം, ലൈസൻസുകൾ, സർക്കാർ പിന്തുണ, വിത്ത് വിതയ്ക്കുന്ന പ്രക്രിയ, കീടനിയന്ത്രണ കൃഷിരീതി, വിത്ത് ഉൽപാദനം, വിപണനം, വിൽപ്പന തുടങ്ങി ഒരു ബിസിനസ് പ്ലാൻ തന്നെ ബോസ്വാല തയ്യാറാക്കിയിട്ടുണ്ട്. വരൂ, നമുക്കിനി ഓയിസ്റ്റർ കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയിലേക്ക് കടക്കാം. വിത്ത് വളരെ എന്താ പറയാ, കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാതെ അതിനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്ന ഇതൊരു എന്താ പറയാ, ഫംഗസ് ആണ്. അപ്പോൾ വേറെ ഫംഗസ് ഒന്നും വരാതെ ക്ലീൻ ആയിട്ട് അതിന്റെ ഇനാക്യുവേഷൻ ഏരിയ. ഫാമിന്റെ വൃത്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫാം ഉപകരണങ്ങൾ ഇടയ്ക്കിടെ സാനിറ്റൈസ് ചെയ്യണം. ഫാമിലേക്ക് പ്രവേശിക്കുമ്പോൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മാത്രം പ്രവേശിക്കുക. കൈകൾ അണുവിമുക്തമായിരിക്കണം. ഫാമിനുള്ളിലേക്ക് അനാവശ്യമായി സന്ദർശകരെ അനുവദിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. കൂൺ വിത്തുകൾ കണ്ടാമിനേഷൻ അഥവാ അണുബാധ വരാതെ സൂക്ഷിക്കാനുള്ള ഇനോക്കുലേഷൻ ഏരിയ ഒരു കൂൺ ഫാമിലെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കൂടാതെ സബ്സ്ട്രേറ്റ്, സ്പോൺ എന്നിവ സൂക്ഷിക്കാൻ ആവശ്യമായ സ്ഥലം ഉണ്ടായിരിക്കണം. ഓരോരുത്തരുടെയും ഫാമിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഓരോ വിഭാഗത്തിനും സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. എത്രയാണ് നമ്മുടെ ഫാമിന്റെ സൈസിന്റെ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എത്ര ബെഡിന്റെ സൈസ് അനുസരിച്ച് ഇതിന്റെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിപ്പം നമുക്ക് പ്ലാൻ ചെയ്യണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള നല്ല കറണ്ട് കണക്ഷൻ, വെള്ളത്തിന്റെ കണക്ഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താ 5Bയിലുള്ള അഗ്രികൾച്ചർ കണക്ഷൻ എടുക്കുന്നു. പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം. ഇവയ്ക്ക് പുറമെ ആവശ്യമായി വരുന്ന മറ്റു കാര്യങ്ങൾ കറണ്ട് കണക്ഷൻ, ജലത്തിന്റെ ലഭ്യത, വാഹന ഗതാഗത സൗകര്യം, ആവശ്യത്തിന് ജോലിക്കാർ എന്നിവയാണ്. വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക്സ് എല്ലാം ചെറിയ മൂവ്മെന്റ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ആൾക്കാരെ കിട്ടാനൊക്കെ കുറവാണ്. അപ്പോൾ മാക്സിമം ലേബറിന് അധികം ലോഡ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ അധികം ലോഡ് വരാത്ത രീതിയിലുള്ള ഒരു സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടൊക്കെ തന്നെ വേണം കൃഷിയിലേക്ക് നമ്മൾ കിടക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിന് വിളവെടുപ്പിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടൂൾസ് വരുന്നത്? നമുക്ക് വിളവെടുപ്പ് മാത്രമല്ല, അതിനെ കൂടെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വിളവെടുപ്പിന് വേണ്ട മിനിമം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളും വേണം. അതുകൂടാതെ നമുക്ക് എഫിഷ്യൻസി വേണം. ഇനി വിളവെടുപ്പ് മുതൽ പാക്കിംഗ് വരെയുള്ള ആവശ്യങ്ങൾക്കായി വേണ്ടിവരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിളവെടുക്കുന്ന കൂണുകൾ സൂക്ഷിക്കാൻ ആവശ്യമായ പാത്രങ്ങൾ, കൂണുകൾ സൂക്ഷിക്കാൻ പ്രത്യേകം റെഫ്രിജറേറ്റർ, പാക്കിംഗ് മെറ്റീരിയലുകൾ, പാക്കിംഗ് മെഷീൻ, തൂക്കയന്ത്രം അഥവാ വെയ് മെഷീൻ എന്നിവയാണ് ആവശ്യം വേണ്ട മറ്റു വസ്തുക്കൾ. ഓയിസ്റ്റർ കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അടങ്ങിയ ഒരു ചെറിയ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. വിജയകരമായ ഓയിസ്റ്റർ ഫാം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതിനാണ് ഞങ്ങൾ ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഓയിസ്റ്റർ കൃഷിക്ക് ആവശ്യമായ മൂലധനം, ലൈസൻസുകൾ എന്നിവ അടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ കോഴ്സിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. സബ്സ്ട്രേറ്റ് നമുക്ക് ലോക്കലി അവൈലബിൾ ആവുന്ന ഏതാണ് സബ്സ്ട്രേറ്റ്, അതാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. സോഡസ്റ്റ് കിട്ടുന്ന സോഡസ്റ്റ്, വൈക്കോലാണെങ്കിൽ വൈക്കോല്. അതിന് നല്ലൊരു സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന, ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന, ഏറ്റവും ക്വാളിറ്റി കിട്ടുന്ന ഏതാണോ നമ്മളത് എപ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. അതും ഇതുപോലെ ഫാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആളുമായിട്ട് നമുക്ക് എപ്പോഴും നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. അത് ശരിക്കും മഷ്റൂം ഒരു സെൻസിറ്റീവ് ക്രോപ്പാണ്, വെള്ളം സീസണുകളുടെ ക്രോപ്പാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഒരു പ്രൊഫഷണൽ മഷ്റൂം ഫാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോഴും ഇയർ റൗണ്ട് ക്രോപ്പിംഗ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സീസണൽ ലെവലിൽ നമ്മൾ ചെയ്യാറുണ്ട്. വിന്റർ വെറൈറ്റിയും നമ്മൾ സമ്മർ വെറൈറ്റി അങ്ങനെ ചെയ്യും. അതുകൂടാതെ ചിലപ്പോൾ നമുക്ക് സീസണിൽ ഇപ്പം നമ്മുടെ ഒരു വെറൈറ്റിക്ക് ആയിരിക്കും നമുക്ക് സീസണിൽ ഫുൾ ഡിമാൻഡ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിന്റെ നമ്മുടെ നാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫാം ഡിസൈൻസ് വേണം. എയർ സർക്കുലേഷൻ ഉണ്ടാകും. നല്ല എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ കുറേ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അധികം വെയിലടിക്കാത്ത ഏരിയ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മളൊരു ഫാം കുറച്ചുകൂടെ നല്ലൊരു ഹൈടെക് ഫാമിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അതിനുവേണ്ട കൂളർ സിസ്റ്റംസ്,
പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പക്ഷേ ആ ഏത് മെത്തേഡിലേക്കാണ് പോണത് കംപ്ലീറ്റ്ലി നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അതിന്റെ സയന്റിഫിക് വേ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പാസ്ചറൈസേഷന്റെ പങ്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് നന്നായില്ലെങ്കിൽ ഈ ചെയ്യുന്ന കൃഷിയെല്ലാം പോയി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലേ, അത് ഞാൻ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ കോൾഡ് പാസ്ചറൈസേഷൻ ആണോ അല്ലെങ്കിൽ ഹീറ്റ് പാസ്ചറൈസേഷൻ ഏതാണോ ചെയ്യുന്നത്, അത് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. ആ പ്രൊസീജിയറിൽ നമ്മൾ വെള്ളം ചെറുക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് തന്നെ പിന്നെ നമ്മൾ പലയിടത്തുനിന്ന് കേട്ട ഇൻഫർമേഷൻസ് എല്ലാം കൂടി ഇതിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുത്. ഒരു പ്രൊസീജിയർ ഏതാണോ അത് ഫോളോ ചെയ്യുക. അപ്പൊ ഹീറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1 hour ഇതിൽ നമ്മൾ ഹീറ്റ് പാസ്ചറൈസേഷൻ ചെയ്യുക. 80 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1 hour പാസ്ചറൈസേഷൻ ചെയ്യുക. ഇല്ല, നമ്മൾ കോൾഡ് പാസ്ചറൈസേഷൻ ആണെങ്കിൽ കാർബണാസിയവും ബ്ലീച്ചിങ് പൗഡറും ചെയ്യുക. അതൊരു 24 hour ചെയ്യുക. അതിൻ്റെ പ്രപ്പോർഷൻസ് നമ്മൾ 100 liters വാട്ടറിന് 8 gram കാർബണാസിയം, 10 gram ബ്ലീച്ചിങ് പൗഡർ. കാർബണാസിയം എന്ന് പറഞ്ഞാൽ എന്താ ബാവസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെ പല പേരിലും അവൈലബിൾ ആണ്. പക്ഷേ ഏതാണോ അത് രണ്ടും കൂടി ഇത് മിക്സപ്പ് ആവരുത്. അത് ഫോളോ ചെയ്യുക, അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഇല്ല നമുക്ക് ഈ സീസൺ നമ്മുടെ കൃഷിയെ എങ്ങനെ എഫക്ട് ചെയ്യും? ഓരോ സീസൺ കഴിയുന്നതോ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ എന്തൊക്കെ നമ്മൾ ഒരു തയ്യാറെടുപ്പുകൾ എടുക്കണം, ക്രമീകരണം നടത്തണം? നമുക്ക് എപ്പോഴും ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് സീസൺ മുഴുവൻ നമുക്ക് മഷ്റൂം വേണ്ടി വരും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഫാംസ് എപ്പോഴും നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താ പറയുക, കണ്ടാമിനേഷൻ ചാൻസ് വരുന്നുണ്ട്. ഇത് കണ്ടാമിനേഷൻ ഉണ്ടാവും, നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത്, അപ്പം നമുക്കൊരു നമ്മളൊരു ഇനീഷ്യലി എല്ലാവരും മൾട്ടിപ്പിൾ ഫാമിലേക്ക് പോകില്ല. പക്ഷേ നമുക്ക് ഒരു ഫാമിലേക്ക് കിടക്കുന്ന നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം. നമുക്കൊരു മൾട്ടിപ്പിൾ ഫാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം 2 ഫാമെങ്കിലും വേണം. നമുക്കിവിടെ 4 ഫാം ഉണ്ട്. 4 ഫാം ഉള്ളപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്തിൽ ഒരു ഫാം. അപ്പം നമ്മുടെ സോഡസിലുള്ള ബെഡുകൾക്ക് നമുക്ക് 4 മാസമാണ് ക്രോപ്പിങ്. അപ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ ഒരു ഫാം ഫില്ല് ചെയ്യും, സെക്കൻഡ് മന്ത് ഒരു അടുത്ത ഫാം ഫില്ല് ചെയ്യും, തേർഡ് മന്ത് അടുത്ത ഫാം ഫില്ല് ചെയ്യും, ഫോർത്ത് മന്ത് അടുത്ത ഫാം ഫില്ല് ചെയ്യും. അപ്പോൾ 5th മന്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ചെയ്തോളൂ. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടാമിനേഷൻ ചാൻസ് കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ സീസൺ മുഴുവൻ ഒരേപോലെ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഫാൻ ആൻഡ് ബഡ് മെത്തേഡാണ്. അതെന്താണ് സർ? വർഷം മുഴുവൻ നമുക്ക് ഒരേ തരത്തിലുള്ള ഈൽഡ് കിട്ടാനായിട്ട് നമ്മളൊരു ഹൈ ഇൻറ്റൻസിറ്റി ഫാൻ ആൻഡ് ബഡ് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പോളിഫ്യൂസ് ടെക്നോളജിയിൽ ഫുള്ളായിട്ട് നമ്മൾ ഫാം കവർ ചെയ്തിട്ട് ഒരു സൈഡിൽ നമ്മൾ പാഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്താ പറയുക ഹണികോം, പേപ്പർ ഹണികോമ്പാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ഇവാപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ നമുക്ക് ബെഡ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ബെഡ് ഇടാൻ പറ്റും. നല്ല ഫ്രഷ് എയർ ഉണ്ടാവും, ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഈ ഫാൻ ആൻഡ് ബഡ് ഒറ്റ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടാണ് നമ്മളത് പോകുന്നത്. വർഷം മുഴുവൻ ഒരു പരിധി വരെ നമുക്കൊരു നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ കാലാവസ്ഥയിൽ, കേരളത്തിലെ കാലാവസ്ഥയിലൊക്കെ വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് കൃഷി, പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓയിസ്റ്റർ വെറൈറ്റീസ് എല്ലാം നന്നായിട്ട് ആ ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. ഓയിസ്റ്റർ കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ഈ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.